മഹാശിവരാത്രി. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങളാണുള്ളത്. ജരാനര ബാധിച്ച ദേവന്മാരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞു. മന്ധരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി പാലാഴി മഥനം നടത്തിയപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം ഭൂമിയെ നശിപ്പിക്കാൻ ശക്തിയുള്ളതായിരുന്നു. ഭൂമിയിൽ സ്പർശിച്ച് ജീവജാലങ്ങൾക്ക് നാശമുണ്ടാകാതിരിക്കാൻ മഹാദേവൻ ആ വിഷം പാനം ചെയ്തു. വിഷം ഉള്ളിൽ ചെന്ന് ശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ചു. വായിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ് പൊത്തിപ്പിടിച്ചു. വിഷം ശിവൻ്റെ കണ്ഠത്തിലും ഉറച്ച് നീല നിറമായി. മഹാദേവന് ആപത്ത് വരാതിരിക്കാൻ ഉറക്കമിളച്ച് പാർവതീദേവി പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. വിഷം മഹാദേവൻ്റെ കണ്ഠത്തിലുറച്ച് നീല നിറമായതിനാൽ നീലകണ്ഠൻ എന്ന പേരും വന്നു. മറ്റൊന്ന് മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയുള്ള ഐതിഹ്യമാണ്. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. വിശാലമായ ജലപ്പരപ്പിൽ സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. നീ ആരാണ് എന്ന ബ്രഹ്മാവിൻ്റെ ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന് മറുപടി കൊടുത്തു. എന്നാൽ ഈ മറുപടിയിൽ ബ്രഹ്മാവ് തൃപ്തനായില്ല. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അവർക്ക് മധ്യേ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല. അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. ലക്ഷ്യത്തിലെത്താതെ വന്നപ്പോൾ പൂർവ്വസ്ഥാനത്ത് 2 പേരും നിലയുറപ്പിച്ചു. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു. എല്ലാ വർഷവും ഈ രാത്രി വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതമെന്ന് പേരെന്നും ശിവൻ അരുളി ചെയ്തു. ശിവരാത്രി എന്നാൽ ശിവൻ്റെ രാത്രി എന്നു മാത്രമല്ല, ശിവമായ രാത്രി എന്നും അർത്ഥമുണ്ട്. ശിവമെന്നാൽ മംഗളം. 1000 ഏകാദശിക്ക് തുല്യമാണ് അരശിവരാത്രി. ശിവരാത്രി വ്രതം ചിട്ടയോടെ അനുഷ്ഠിച്ചാൽ ശിവൻ്റെ വാത്സല്യത്താൽ അനുഗ്രഹീതരാകുമെന്ന് ഐതിഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മരണമടഞ്ഞ പൂർവികർക്കായി ശിവരാത്രി ദിവസവും ബലികർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. പിതൃപ്രീതിക്കായി ശിവരാത്രി നടത്തുന്ന ബലിതർപ്പണം അത്യുത്തമമാണ്. രാത്രി ഉറക്കമൊഴിച്ചുള്ള വ്രതമാണ് ശിവരാത്രിയുടെ പ്രാധാന്യം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ പകലോ രാത്രിയിലോ ഉറങ്ങാൻ പാടില്ല. ശിവരാത്രി ദിവസം ഉപവാസം, ഒരിക്കൽ എന്നിങ്ങനെ 2 രീതിയിലും വ്രതം നോക്കാവുന്നതാണ്. ഒരിക്കലെടുക്കുന്നവർ ശിവക്ഷേത്രത്തിൽ നിന്നും വെള്ള നൈവേദ്യമാണ് ഭക്ഷിക്കേണ്ടത്. വയർ നിറയെ ഭക്ഷണം പാടില്ല. ആരോഗ്യവും ശരീരം എന്നിവ നോക്കാതെ യാതൊരു വ്രതവും പിടിക്കേണ്ടതില്ലെന്ന് ആചാര്യന്മാരും വാദിക്കുന്നു. ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് ശുദ്ധിയോടെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വീട്ടിലിരുന്ന് വ്രതമെടുക്കാവുന്നതാണ്. അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം. ശിവരാത്രി വ്രതം അവസാനിച്ചാൽ ആ പകലും ഉറങ്ങാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. വ്രതം അവസാനിച്ചാൽ ഉറങ്ങുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. കൂവളമാല സമർപ്പണം, കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന, ജലധാര എന്നിവ ഈ ദിവസത്തെ വിശിഷ്ട വഴിപാടുകളാണ്. വ്രതത്തോടൊപ്പം പഞ്ചാക്ഷരി, ശിവാഷ്ടകം, ശിവപുരാണം എന്നിവ ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ വർഷത്തെ മഹാശിവരാത്രി
ഫെബ്രുവരി 26-നാണ് ആചരിക്കുന്നത്. ഫെബ്രുവരി 26 രാവിലെ 11:08 ആരംഭിച്ച് ഫെബ്രുവരി 27 രാവിലെ 8:54 അവസാനിക്കുന്നു. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു.